ജനകീയ ജനാധിപത്യ വാർത്താ മണിക്കൂർ തുടരുകയാണ്. ആശാ വർക്കർമാരുടെ സമരം ഓരോ ദിവസം ചെല്ലുമ്പോഴും കൂടുതൽ ശക്തമാവുകയാണ്. സമരത്തിന്റെ 43-ാം ദിവസം, നിരാഹാര സമരത്തിന്റെ 5-ാം ദിവസം ആശമാർ സംസ്ഥാനതല കൂട്ട ഉപവാസം നടത്തി. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ. അതേസമയം സമരപ്പന്തലിൽ നിന്നും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കുറവുണ്ടായില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 43-ാം ദിവസം. 5 ദിവസമായി തുടരുന്ന നിരാഹാര സമരം. സംസ്ഥാനത്തുടനീളമുള്ള ആശമാർ ഇന്ന് കൂട്ട ഉപവാസമിരുന്നു. എന്നിട്ടും പരിഹാരം മാത്രം അകലെ. നിരാഹാരത്തിന്റെ 5-ാം ദിവസവും ആശമാരുടെ വാക്കുകൾക്ക് ഇടർച്ചയില്ല. രാപ്പകൽ സമരത്തിന്റെ 43-ാം ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ആശമാർ കൂട്ട ഉപവാസമിരുന്നു. നമുക്കും ജപ്തിയുടെ വക്കിലാണ്. ഭർത്താവ് സുഖമില്ല, നടു തേയ്മാനമായിട്ടാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല. ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ വിധവകളുണ്ട്, പഠിക്കണ പിള്ളേരുള്ള അമ്മമാരുണ്ട്. മുന്നോട്ട് ഇതേ സമരമായിട്ട് തന്നെ മുന്നോട്ടാണ്. നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനിടെ സമരത്തെ പരിഹസിച്ച് INTUC സ്വന്തം മുഖമാസികയിൽ ലേഖനമെഴുതി. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്നും സമരകേന്ദ്രം സെൽഫി പോയിന്റ് മാത്രമാണെന്നും KPCC നയരൂപീകരണ യൂത്ത് കൺവീനറായ അനൂപ് മോഹൻ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം സമരത്തെ പിന്തുണയ്ക്കുമ്പോഴുള്ള INTUCയുടെ വിരുദ്ധ നിലപാടിനോട് കടുത്ത ഭാഷയിലായിരുന്നു MM ഹസൻ പ്രതികരിച്ചത്. തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണികൾ. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ INTUCക്ക് അങ്ങനെയുള്ളതൊന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയാണെങ്കിൽ KPCCയും UDFും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി എല്ലാം സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ചു തടിതപ്പി. കേന്ദ്ര പദ്ധതികളുടെ പേര് വയ്ക്കാത്തതാണ് ഫണ്ട് നൽകാത്തതിന് കാരണമെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനമാണ് ഇതിൽ മുഖ്യമായ ഇടപെടലും മുഖ്യമായ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ കണ്ടു, സിക്കിമിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചിരിക്കുന്നു. കർണാടകത്തിൽ ഇവരുടെ ഓണറേറിയം 10,000-ആയി വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ് വിഷയം തന്നെയാണ്. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട്, കേന്ദ്ര ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കും. അതിനിടെ ആശമാർ ക്ഷണിച്ചിട്ടാണ് സമരപ്പന്തലിൽ എത്തിയതെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന സമരസമിതി നേതാക്കൾ തന്നെ ശരിവച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കുന്ന കൂട്ടത്തിലാണ് സുരേഷ് ഗോപിയെയും ക്ഷണിച്ചതെന്നാണ് വിശദീകരണം. ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സമരപ്പന്തലിലുള്ള ആളുകൾ, ആശാ വർക്കർമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഓരോ ആശാ വർക്കർമാരും അവരവരെ കാണാൻ പറ്റുന്ന നേതാക്കളെ പോയി കാണുകയും സമരപ്പന്തലിൽ ക്ഷണിക്കുകയും ഈ സമരത്തോടൊപ്പം നിൽക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ആശാ വർക്കർമാർ അവർ തന്നെ എഴുതി തയ്യാറാക്കിയൊരു നിവേദനം, നമ്മളുടെ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഒരു എഴുതി തയ്യാറാക്കിയൊരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അവരെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലമായി പറയുന്നത് മാത്രമേ പറയാനുള്ളൂ. ഈ സ്ത്രീകളെ ഇങ്ങനെ തെരുവിലിരുത്തരുത്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം വേണം. ടീം 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.